ബോഡിയിലെ ഏതൊരു ടിഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നുള്ളത് അതിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ആണ്. പലപ്പോഴും ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴാണ് നമുക്ക് കാണാം, കയ്യിലൊരു റബ്ബർ ബാൻഡ് ഇട്ടാൽ തന്നെ കാണാം എന്തൊരു പെയിൻഫുൾ ആയിരിക്കും എന്നുള്ള സിറ്റുവേഷൻ. ഡയബറ്റീസ്, സ്മോക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ എന്നീ അസുഖങ്ങളിൽ പലപ്പോഴും ബ്ലഡ് വെസൽസ് ആണ് ഡാമേജ് ആവുന്നത്. പ്രത്യേകിച്ച് നീളമുള്ള കാലിക്കുള്ള ബ്ലഡ് വെസൽസ്. ഈ പേഷ്യൻസിനൊക്കെ കാലിക്കുള്ള രക്തക്കൊഴൽ ചുരുങ്ങുമ്പോൾ നമുക്ക് ഒന്ന് എവിടെയാണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. രണ്ടാമത് ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലമാണ്. അങ്ങനെയുള്ള പല പേഷ്യൻസും സർജിക്കലി കാല് മുറിച്ച് കളയാനുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാലൊരു ചെറിയ സൂചി ഊത്തിയിട്ട് ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് കാലിക്കൽ ബ്ലഡ് ഫ്ലോ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, എവിടേക്കാണ് ബ്ലോക്ക് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ബലൂൺസും സ്റ്റെൻസും ഒക്കെ കയറ്റിയിട്ട് വളരെ ചെറിയ ഹോളിലൂടെ നമുക്ക് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ കാലിക്കൽ ബ്ലഡ് ഫ്ലോ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കാല് ആംപ്യൂട്ടേറ്റ് ചെയ്യാൻ, സർജറിക്കലി കാല് റിമൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പല പേഷ്യൻസിനും, എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ പല പേഷ്യൻസിനും നമുക്കത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഡെഫിനറ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാം.